ഗൈസ്, ഇന്ന് ഞാനിവിടെ ഒരു മീൻകറി പ്രളയം നടത്താൻ പോവുകയാണ്. ആലപ്പി മീൻകറി ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആലപ്പുഴക്കാരുടെ വള്ളംകളിയുടെ വെള്ളത്തിന്റെ ഒക്കെ ഓർമ്മ ഉണ്ടാകുന്ന രീതിയിലുള്ള നല്ല ഒന്നാന്തരം ഒരു മീൻകറി വെക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ആ പരിപാടിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് രണ്ട് വാക്ക്, ഇത് നിങ്ങൾ ആരും അനുകരിക്കരുത്, അബദ്ധമാണ്. WHO അടുക്കള പരീക്ഷണങ്ങളിലേക്ക് സ്വാഗതം വീണ്ടും. നിങ്ങളിപ്പോ വിചാരിക്കും അച്ചായൻ ഇന്ന് ഈ പാചകമൊക്കെ ചെയ്ത് പൊളിക്കുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞ ഗൈസ്, ഞാനല്ല ഇതൊക്കെ ചെയ്യണത്. ഈ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ഉണ്ടാക്കലുകാര് ഒരാകൃതിയുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര ഉണ്ടാക്കല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മീൻകറി ഉണ്ടാക്കാനായിട്ട്. ഇന്ന് നമുക്ക് അവളെ വിളിക്കാം. അവളായിരിക്കും ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഷെഫ്. സോറി, അത്രയൊന്നും ഡെക്കറേഷൻ വേണ്ട. ചീഫ് കുക്ക്, മിസ്റ്റർ കുക്കി. കമോൺ 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 കമോൺ. യോയല്ലേ? എന്താണ് ഇവിടെ നമ്മള് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. മീൻ മീന് നിങ്ങൾ കറി വെക്കണം. നമ്മുടെ ആലപ്പി ഫിഷ് കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചങ്ങോട്ട് മാറി തിരുവല്ല ആയാലും നമുക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ വായിൽ വെച്ച് കൂട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തന്നെ എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ വലിയ നിങ്ങക്ക് വെച്ചൂടെ? ഞാൻ വെച്ചേനെ. അതാണ് ഇതാണ് കേര. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തല്ലോ? പിന്നെ സ്റ്റാർട്ട് ഞാൻ നേരത്തെ ചെയ്തു. പിന്നെ ഞാൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിന്റേതായ ആള് വരണം, എന്നാലേ അത് സ്റ്റാർട്ട് ആവുള്ളൂ. വാഗോണ്ട് പറഞ്ഞ സ്റ്റാർട്ട് ആവില്ലല്ലോ. പിന്നെ കൈ കൊണ്ട് സ്റ്റാർട്ട് ആക്ക്. കൈ കൊണ്ട് സ്റ്റാർട്ട് ആക്കണം. അപ്പം നമുക്ക് സാധനങ്ങൾ പരിചയപ്പെടാറുണ്ട്. മീൻ നമുക്ക് കണ്ടല്ലോ കേര. അത് ഇനി ഒന്നുകൂടെ കഴുകണം, കഴുകി വൃത്തിയാക്കണം. ജസ്റ്റ് ഒന്നുകൂടെ ഉപ്പ് ഇട്ട് ഒന്ന് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആവണം. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകണം. എന്നാലേ അതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് മാറണം. അപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. സ്പ്രേ അല്ല, അതൊക്കെ മേലെയാണ്. കുറച്ച് വിഷവും കൂടെ കലകിയിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ എല്ലാം ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചി മീനൊന്ന് കഴുകി വെച്ചേക്കണേ. ഒന്നുകൂടെ കഴുകി. ഓക്കെ, അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ചട്ടി. അത് നമുക്ക് മൺചട്ടി. അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചട്ടി വെച്ചു. ഇച്ചിരി വെള്ളം ഉണ്ടാക്കുക. ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടാകണം. സാരമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ മീനിന്റെ പകുതി തരാം. നമുക്കൊരു മത്സരം വെച്ചാലോ? ഞാൻ വെക്കുന്നതാണോ WHO വെക്കുന്ന മീൻകറിയാണോ നല്ലത്? നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? വെറുതെ തോക്കണ യുദ്ധമൊന്നും നയിക്കാൻ നിൽക്കണ്ടത്. ഞാൻ അടിപൊളി മീൻകറിയൊക്കെ വെച്ചാണല്ലോ എന്റെ സഹായം ചോദിച്ചു, എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ തരുമോന്നൊന്നും ചോദിച്ചില്ല. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പാവം ജസ്റ്റ് രാവിലെ ഇങ്ങനെ ഇറക്കുമ്പോ നമ്മളെ എങ്ങനെ അത് സോറി ഞാൻ വെച്ച് തരാം, നിങ്ങൾ എന്നെ റിക്വസ്റ്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്ത് തരാന്ന് വിചാരിച്ചു. എല്ലാരും വിശ്വസിച്ചു. എല്ലാരും വിശ്വസിക്കും. എണ്ണ ഒഴിക്കണം, ഞാൻ പറഞ്ഞുതരാം. ചട്ടി ഇപ്പൊ ചൂടായി പുകഞ്ഞോണ്ടിരിക്കുകയാണ്. ഷെഫ് ഭയങ്കര സ്ലോ ആണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നല്ലൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാനകത്ത് ഇപ്പൊ സമയമായി. ഞാൻ ചെയ്തോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭരിക്കാൻ വരുന്നത് കേട്ടല്ലോ. ഭരിക്കാനായിട്ട് ആരും വന്നൊന്നുമില്ല. അപ്പൊ വേണ്ട, നല്ല ചൂടായ ചട്ടിയിലോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. മതി, ഒത്തിരി എണ്ണ വേണ്ട. ആവശ്യത്തിനുണ്ട്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എന്തായാലും ചട്ടി നല്ല ചൂടായതുകൊണ്ട് എണ്ണ നല്ല ചൂടായിക്കോളും പെട്ടെന്ന്. അതിലേക്ക് ഒരു 3-4 ഉലുവ എണ്ണ ഇടണം. എണ്ണ ഇടണ്ട, ഒരു 3-4 കൂടുതലായ കയ്പ് വരും. ഒന്ന് ചൂടാവട്ടെ. പൊട്ടണം, പൊട്ടല്ല, അതൊന്ന് ഇതാവണം.
ഇത് നമ്മുടെ ഒരു നോർമൽ ഡെയിലി നമ്മൾ വീട്ടിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ്. അതല്ല വലിയ ഇങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് പോലൊന്നുമല്ല. നമ്മൾ ഡെയിലി വീട്ടിൽ വെക്കുന്ന ഒരു നോർമൽ കറി പോലത്തെ മീൻകറിയാണ് വെക്കുന്നത്. പിന്നെ മെയിൻ ഒരു സാധനം കൂടെ വേണം, പുളി. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇടുമ്പോ കാണിക്കാം. കൊടംപുളി. അപ്പം ഇതുണ്ടോ ഒന്ന് പൊട്ടിയിട്ടുണ്ടേ. അതിലോട്ട് നമ്മൾ കടുക് ഇടത്തില്ല, കടുക് ഇടുന്നവരുണ്ട്, പക്ഷെ ഇവിടെ കടുക് ഇടുന്നില്ല. അതിലോട്ട് നമ്മൾ ഇതേണ്ട അരിഞ്ഞു വെച്ച ഇഞ്ചി. ഇത്രയും നേരം പൊട്ടനാട്ടം കാണുന്ന പോലെ ആരോടാണ് ഞാൻ പറഞ്ഞത്? അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായത് അറിയാലോ പൊട്ടനാണെന്ന്. എപ്പോഴും തെളിയിക്കേണ്ട കാര്യമില്ല. ഇതുണ്ട് ഇഞ്ചി ഇട്ടു. അടുത്ത വെളുത്തുള്ളി. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അച്ചാറുണ്ടാക്കും. അതെ, ഭയങ്കര അങ്ങ് എന്തോ അല്ല അറിയാന്നുള്ള സംസാരമാണ്. അങ്ങ് എന്തോ ആയി തീരും എന്നുള്ള ഒരു ജാടയാണ് ഈ അച്ചായന്. പക്ഷെ നമ്മളതൊന്ന് മൈൻഡ് ചെയ്യണം. നമ്മളെ തളർത്താൻ നോക്കും, നമ്മളൊക്കെ പോകില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ മൈൻഡ് ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇത് അടുത്ത പച്ചമുളക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുന്നു. കറിവേപ്പിലയും കൂടി ഇട്. ഇല്ല, അതിനൊരു ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യും, കേട്ടാ മതി. സൗണ്ട് ഉണ്ടോ അതിനകത്ത് എനിക്കറിയില്ല കേട്ടോ. നല്ല സൗണ്ട് വരുമെന്ന് അറിയത്തില്ല. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കിങ്ങനെ നല്ല സൗണ്ട് വെച്ച് ഇങ്ങനെ കേൾപ്പിച്ചിളക്കുമ്പോ ആ കറിയുടെ ഇല്ല, ഇതൊന്ന് നോക്കട്ടെ കുറച്ച്. ഇതേ ഇപ്പൊ നമ്മള് അതൊന്ന് വാടി, എന്നിട്ട് ഇനി ഈ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഈ പൊട്ടൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, നമ്മുടെ പ്രശ്നമല്ല. നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, വലിയ മീൻകറിയല്ല, നമ്മൾ നോർമൽ എന്നും വീട്ടിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാനിപ്പോ ഇവിടെ വെക്കുന്നത്. അല്ലാണ്ട് വലിയ ഷെഫുമാര് വെക്കുന്ന രീതിയിലുള്ളതല്ല. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് മാത്രം കഴിക്കാനുള്ള മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്നല്ല ഗൈസ്, നിങ്ങൾ ഇത് വെച്ച് നോക്കിക്കോളൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ദൈവത്തിനറിയാം, തമ്പുരാനറിയാം. സാരില്ല, തമ്പുരാനറിയാം, തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ എനിക്കിത് കണ്ണി കയറുന്നു കേട്ടോ. നമുക്ക് ഇതിനകത്തൊന്നും ഒരു കുറച്ച് കറിവേപ്പില ഇടാമേ, ബാക്കി നമുക്ക് പിന്നെ ഇടാം. ഇത് കാണിക്കും. ഈ ക്യാമറമാൻ ഒന്നും ശരിയല്ല. ഇത് കണ്ട ഈ ഒരു പരുവം ഒന്ന് വാടട്ടെ. നല്ല വാട, നല്ല എക്സ്പീരിയൻസാ. എന്ത് കിട്ടിയാലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതെ, വേണം. ഇളക്കണ്ടടത്തിളക്കണം, അല്ലെങ്കിൽ അത് പണിയാവും. ഇളക്കല്ല നീ കൂടുതല് മീനിട്. ഇയാൾ ഇളക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം, വന്ന് കഴുകി ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഒന്ന് പുഴുങ്ങി തരാൻ, പോയി എടുത്ത് കഴിച്ചോ. കറിക്ക് ടേസ്റ്റോടെ കൂട്ടണമെങ്കിൽ കുറച്ച് ഒന്ന് മനസമാധാനത്തോടെ, ഈ വെക്കുന്ന ആൾക്ക് കുറച്ച് മനസമാധാനം കൊടുക്കണം. നിങ്ങൾ പറയുന്ന പോലെ ആജ്ഞാപിച്ച് ഞാൻ കേൾക്കാൻ ഞാൻ ആരുമല്ല. ഓക്കെ, അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നെ കൂടുതൽ ഭരിക്കാൻ വന്നാൽ ഞാൻ ഇടന്ന് ഇട്ടിട്ട് പോകും, തന്നെ വെക്കേണ്ടി വരും. പിന്നെ ഞാൻ തന്നെ വെക്കുവോ? ഇനിയിപ്പോ എന്താ, അത്ര മീൻ വേസ്റ്റ് ആക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാ. ഇപ്പൊ ഇതിന്റെ കളർ മാറിയിട്ടുണ്ട്. ഇല്ല ഗൈസ്, ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇനി മീൻ പൊടി ഇടണം അല്ലേ? ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞോ, ഇവര് പറയുന്നതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് മാത്രം നോട്ട് ചെയ്യുക. ഇതൊരു ഏകാധിപത്യമൊന്നും അല്ലേ, നമ്മൾ രണ്ടരും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ആര് ചെയ്താലും ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ ടേസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. കൈപുണ്യം എന്ന് പറയുന്നത് എന്റെയാണ്. കാര്യം ഞാനാണ് ഉപ്പൊക്കെ ഇടാൻ പോണത് ഇതിനകത്ത്. നോക്കി നിൽക്കുന്ന ആൾക്ക് എങ്ങനെ കൈപ്പൊടി ഇതിനകത്തോട്ട് വാരി വന്ന് ഇറങ്ങുമോ? ഇല്ലല്ലോ. അതിന്റെ കണക്കിൽ ഇളക്കി ആ പരുവത്തിൽ ഇട്ടാൽ മാത്രമേ അതിന്റെ ഒരു ഫ്ലേവർ. ഞാൻ നിന്നോട് പിന്നെയും പറയും, ഈ ഇളക്കൽ കൊണ്ടൊന്നും പാചകത്തില്ല, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കണേ. ഞാൻ പറഞ്ഞു, ചുമ്മാ പൊടി മാത്രം ഇട്ട് ഇതിന്റെ പുറത്ത് വരട്ടിയാല് ഇങ്ങനെ ചെതറി ഇട്ടാൽ മാത്രം മീൻകറിയല്ല. അത് നല്ല രീതിയിൽ ഇളക്കിയാലേ അതിന്റെ മസാല അതിൽ പിടിക്കുള്ളൂ. അപ്പൊ ഇളക്കലിനകത്താണ് കാര്യം. മനസ്സിലായോ?
അതെ അതെ ഗൈസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇളക്കലിലാണ് കാര്യം. ഈ ഇളക്കലാണ് ഇപ്പൊ അപ്പൊ അത് ചെറിയതായിട്ടൊന്ന് വാടിയിട്ടുണ്ടേ. ഇനിയിപ്പോ ഇതിനകത്തേക്ക് എന്താ ഇടേണ്ടത്? അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ടേ. ഒത്തിരി ഒരുമരാന്ന് മൂക്കല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു പൊടിക്കിടാവളെ കഴിക്കും. ഞാൻ പറഞ്ഞു ഇച്ചിരി മഞ്ഞപ്പൊടിയേ മതി. തീ കുറച്ചിട്ടേക്കോ കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് മൂത്ത് പോവും. അടുത്ത മുളക് പൊടിയേ ഇതിനകത്തോട്ട് കാണിക്കും. എനിക്ക് അളവ് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. എന്റെ ഒരു കണക്കിൽ വെച്ചാണ് ഞാൻ ഇടുന്നത്. ഒരു സ്പൂൺ അല്ല, ഇതിന് അത്യാവശ്യം മീനുണ്ട്. 2 സ്പൂണും അല്ല, ഒരു 3 സ്പൂൺ മുളക് പൊടിയേ. അല്ല, ഇത് വലിയ എരിവില്ലാത്ത മുളകാണ്. അടുത്തത് ഇത് മറ്റേ മീൻ മസാല. അപ്പൊ മീൻ മസാല 1 സ്പൂൺ ഞാൻ ഇടുവേ. ഒരു 1.5 1.5. പിന്നെ ഒരു ഇച്ചിരി കായപ്പൊടിയെ, ഒത്തിരി ആവരുത്, ഒരു ഗ്യാസ് ഒക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇച്ചിരി എന്നിട്ട് നമ്മള് ഒന്ന് ജസ്റ്റ് ആ മസാല ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടുത്തിടേണ്ടത് ഉപ്പ് ആവശ്യത്തിന്. അതും ആവശ്യത്തിന്. അറിയാലോ, ഓരോരുത്തർക്കും അവരുടെ കൈയളവ് അറിയാലോ. ഇപ്പൊ നമുക്ക് നമ്മുടെ കൈയളവ് ഞാനിപ്പോ ഒരു 1.5 സ്പൂൺ. നമുക്കിത് ലാസ്റ്റ് മീൻ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. കാരണം അപ്പൊ ഇറങ്ങുമല്ലോ, ഇപ്പൊക്കെ ഇറങ്ങണം, എന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നാലേ ആ മസാല എല്ലാതെ പിടിച്ച് നല്ല ഒരു ഇതാ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച കുത്തൽ ഇങ്ങനെ വരും. അത് വരാതിരിക്കാനായിട്ട് നല്ലതായിട്ട് ഇളക്കുക. ഇപ്പം അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ മസാല എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിനകത്തോട്ട് തിളപ്പിച്ച വെള്ളമാണ്, ആറിയ വെള്ളം. ഞാൻ എൻ്റെ അളവിൽ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കേട്ടോ. ഇവിടെ ഒത്തിരി ചാറായിട്ട് നമ്മൾ വെക്കണമല്ല, ഒരു അത്യാവശ്യം മീനൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള ചാറേ ഒഴിക്കത്തുള്ളൂ. ഒത്തിരി വെള്ളം പോലും എടുക്കത്തില്ല. ഇപ്പം ഓക്കെ, അപ്പൊ നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ തിളച്ചിട്ടുണ്ടെന്നോ? മീനല്ല, മീനിനുള്ള അരപ്പ് തിളച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും അല്ല ഗൈസ്, ഇതൊക്കെ ഞാനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന ആളെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാലം തെളിയിക്കും ഒരു മിസ്റ്റേക്ക് ഒക്കെ ആർക്കും പറ്റും. ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാമേ. ഇപ്പൊ എല്ലാം ഒരു പരുവത്തിനുണ്ട്. ഇനി മീൻ ഇടുമ്പോൾ കുറയും, ഉപ്പ് കുറയും. എന്നാലും നമുക്ക് ഇതാണ് ഇടാൻ പോകുന്ന മീൻ ഇടാൻ പോട്ടോ. സൂക്ഷിച്ചിടുക, കൈ പൊള്ളരുത്, മുഖത്തോട്ട് തെറിക്കരുത്. നമ്മുടെ മീൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും തൊട്ട് സൂക്ഷിക്കണം ഇളക്കുമ്പോ, കാരണം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട്. അതെ അതെ അതെ, ഞാൻ പറഞ്ഞു കൊടുത്ത ട്രിക്കുകളാണ്. അതെ അതെ, നൂല് പറഞ്ഞു. ഇല്ലെങ്കിലുണ്ടല്ലോ മീനങ്ങ് അടന്നു പോകരുത്. അപ്പൊ നോക്കിയും കണ്ട് ഒന്ന് ഇളക്കി ആ പരുവത്തിലൊക്കെ ഒന്നിട്ട്, കാരണം മീൻ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒന്ന് ചാറ് പോലെ ഒന്നും വെക്കണ്ട. ഇത് കറക്റ്റ് ഒരു പരുവത്തിന് ഞാൻ ഇത് മീൻ മുങ്ങി കിടക്കാനായിട്ടുള്ള പരുവത്തിൽ ഇട്ടിട്ടുണ്ട്. ശരി, അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ, മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകട്ടെ. അതുവരെ
കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്. എല്ലാം സെറ്റ്, ഓൾ സെറ്റ് ആണ്. ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടുണ്ട്. ഒന്ന് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ കറക്കി കൊടുക്കുക. ഓ ചൂട്. പിന്നെ ഇളക്കരുത് കേട്ടോ, ഒന്ന് കറക്കി കൊടുത്താൽ മതിയേ. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാം സെറ്റ്. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തോളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ മീൻ കറി സെറ്റ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് പിന്നെ ശരി ലൈക്കും ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.